ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു റെസിപ്പി അല്ല കേട്ടോ, പകരം അടുക്കളയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ടിപ്പാണ്. നമ്മൾ മല്ലിയില വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചാലും 2-3 ദിവസം കഴിയുമ്പോൾ അത് ചീഞ്ഞു പോകാറുണ്ടല്ലോ പതിവ്. എന്നാൽ ഇനി മുതൽ മല്ലിയിലയുടെ ആ ഫ്രഷ്നെസ്സും മണവും ഒട്ടും മാറാതെ ഒരു മാസം വരെ എങ്ങനെ സൂക്ഷിക്കാം എന്ന് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മല്ലിയില എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രഷായ മല്ലിയിലയാണ്, ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നത് ഫ്രഷായ മല്ലിയിലയാണ്. അപ്പോൾ ഞാനിതിവിടെ 2 രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൽ നിന്ന് പകുതി ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 രീതി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു രീതി ഞാൻ ആദ്യത്തെ രീതി കാണിച്ചു തരാം. ഇതിനായി മല്ലിയിലയുടെ വേരുകൾ മുറിച്ചു മാറ്റിയ ശേഷം ഒട്ടും വെള്ളമില്ലാതെ നന്നായി തുടച്ചെടുക്കുകയോ ഉണക്കിയെടുക്കുകയോ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മല്ലിയില ഒന്ന് കഴുകിയെടുക്കാം കേട്ടോ. ഞാനിവിടെ കഴുകാതെയാണ് എടുത്ത് വെക്കുന്നത്. എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു നനവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇല ചീഞ്ഞു പോകുകയെ. ഇനി നമുക്ക് ഇതുപോലെ എയർ ടൈറ്റുള്ള നല്ലൊരു ബോക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ന്യൂസ് പേപ്പർ ആണെങ്കിൽ അതും എടുക്കാം. ഇനി നമ്മുടെ മല്ലിയില ഇതിലോട്ട് വെച്ചെടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. മല്ലിയിലയിലെ ഈർപ്പൊക്കെ ടിഷ്യൂ പേപ്പറിൽ വലിച്ചെടുക്കുന്നത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകില്ല. ആഴ്ചയിൽ ഒരിക്കൽ ടിഷ്യൂ പേപ്പർ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കഴുകാത്തത് കാരണം അത്ര പെട്ടെന്ന് നമ്മൾ ടിഷ്യൂ പേപ്പർ നനയൊന്നുമില്ല കേട്ടോ. കഴുകിയതാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊന്ന് നനഞ്ഞ് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ ഇങ്ങനെ എടുത്ത് വെച്ചാൽ 1, 2, 3 ആഴ്ച വരെ നമുക്കിത് എടുത്ത് വെക്കാം. ഒരു കേടും ഉണ്ടായിരിക്കില്ല. ഇനി നമ്മുടെ രണ്ടാമത്തെ രീതി വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിൽ ജസ്റ്റ് ചീന ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് എടുത്ത് മാറ്റാം. ഇതിനായി മല്ലിയിലയുടെ വേരോട് കൂടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വേരിലുള്ള മണ്ണൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്കിത് ഒരു ഗ്ലാസ് കുപ്പിയിലോ പാത്രത്തിലോ അല്പം വെള്ളം ഒഴിച്ച് വേരുകൾ മാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇറക്കി വെക്കേണ്ടത്. അപ്പോൾ ഇതായിട്ട് നന്നായിട്ട് നമുക്ക് കഴുകി മണ്ണൊക്കെ നമ്മളിത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഗ്ലാസ് കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ അതെല്ലാം കുഴപ്പമൊന്നുമില്ല കേട്ടോ. എയർ ടൈറ്റുള്ള നമ്മളെ ബോട്ടിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഇത്രയും കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മല്ലിയിലകളുടെ ഇലകളിൽ വെള്ളം തട്ടാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ സൂക്ഷിക്കാം. 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നിങ്ങൾ പുറത്തായിരിക്കുമ്പോൾ വെള്ളം ഒന്ന് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് ഈ കുപ്പിയുടെ അകത്തോട്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് എയർ എടുക്കാതെ അടച്ചു വെക്കാം. അപ്പോൾ താഴത്ത് കണ്ടോ വേര്, ഇത് എത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. വേര് ജസ്റ്റ് ഒന്ന് മുങ്ങിയാൽ മതിയേ. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ രീതിയും റെഡിയാക്കി എടുക്കാം. ഇനി നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറിലൊക്കെ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാനും നമുക്ക് സൗകര്യമാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 രീതികൾ നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ എളുപ്പമായി തോന്നിയത് എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ഈ കൊച്ചു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.